ശബരിമലയിലെ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാനുള്ള തീരുമാനമെടുത്തത് UDF സർക്കാരിന്റെ ഭരണകാലത്തെന്ന് കണ്ടെത്തൽ. കോൺഗ്രസ് നേതാവ് MP ഗോവിന്ദൻ നായർ അധ്യക്ഷനായ ബോർഡാണ് 2014 കൊടിമര പുനഃപ്രതിഷ്ഠയ്ക്കുള്ള തീരുമാനമെടുത്തത്. ഈ തീരുമാനം നടപ്പിലാക്കിയത് പിന്നീട് LDF സർക്കാരിന്റെ കാലത്ത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള UDF ഭരണസമിതി ഉള്ളപ്പോഴാണ്. കൊടിമരത്തിന് ജീർണതയെന്ന് ദേവപ്രശ്നത്തിൽ തെളിഞ്ഞതോടെയാണ് പുനഃപ്രതിഷ്ഠ നടത്തിയത്. വിവരങ്ങൾ നൽകാൻ പ്രജിത് മോഹനൻ ഒപ്പം ചേരുന്നു. പ്രജിത്ത്, എന്താണ് പുതിയ വിവരങ്ങൾ? അതായത് കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാൻ തീരുമാനമെടുത്തത് UDF സർക്കാരിൻ്റെ ഭരണകാലത്ത്, അത് പിന്നീട് LDF വന്നപ്പോൾ കോൺഗ്രസ്സുകാരനായ പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോൾ ആണല്ലോ. അപ്പോൾ കുടുക്കിലേക്കോ UDF-ഉം? ഒരു ഇൻഡിപെൻഡന്റാണ് എന്ന് നമുക്ക് കൃത്യമായി കാര്യത്തിൽ പറയാൻ കഴിയും കൃഷ്ണരാജ്. കാരണം ഒന്ന്, ഈ ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റി സ്ഥാപിക്കാൻ ഇടയാക്കിയത് അല്ലെങ്കിൽ അതിലൊരു തീരുമാനം വരുന്നത് 2014 ഇതിനൊരു ദേവപ്രശ്നം നടത്തുന്നുണ്ട്. ചെറുവള്ളി നാരായണൻ തമ്പുരാന്റെ അടക്കമുള്ളവരുടെ നേതൃത്വത്തിൽ ദേവപ്രശ്നം നടത്തുകയും ഈ കോൺക്രീറ്റ് കൊടിമരം മാറ്റി തടി കൊണ്ടുള്ള പുതിയ കൊടിമരം സ്ഥാപിക്കണമെന്നും ദേവപ്രശ്നത്തിൽ നിർദ്ദേശം വരുന്നു. ഇത് 2014 ജൂൺ 18 ഇതിനുശേഷം ഈ നിയമപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ UDF സർക്കാർ നിയോഗിച്ചിട്ടുള്ള MP ഗോവിന്ദൻ നായർ പ്രസിഡന്റായിട്ടുള്ള ബോർഡ് തീരുമാനമെടുക്കുന്നത്. അങ്ങനെ ആ ബോർഡ് എടുക്കുന്ന തീരുമാനം പിന്നീട് 2016 ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുന്നു. ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വരുമ്പോഴും ശബരിമലയിൽ തുടരുന്നത് UDF-ന്റെ തന്നെ കോൺഗ്രസ് നേതാവായിട്ടുള്ള പ്രയാർ ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ്. അന്നാണ് അജയ് തറയിലും പ്രയാർ ഗോപാലകൃഷ്ണനും ഒക്കെ നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡാണ് അപ്പോഴും ശബരിമലയിൽ തുടരുന്നത്. അങ്ങനെ പിണറായി സർക്കാരിന്റെ കാലത്ത്, പിണറായി സർക്കാർ ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഇരിക്കുന്ന UDF ഭരണസമിതിയാണ് ഈ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കുന്ന നടപടികളിലേക്ക്, തീരുമാനങ്ങളിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. നേരത്തെ അതിനുള്ള തീരുമാനമെടുക്കുന്നു. പക്ഷേ അത് പുതിയ കൊടിമരം സ്ഥാപിക്കുന്നതും ഈ 2017 ജൂൺ 25 സ്ഥാപിക്കുന്ന സമയത്ത് ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ്. അതായത് പ്രയാർ ഗോപാലകൃഷ്ണന്റെ ബോർഡ് തുടരുന്നു. അതേസമയം ദേവസ്വം വകുപ്പ് ഭരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനാണ്. അപ്പോൾ സ്വാഭാവികമായും രണ്ട് മുന്നണികളുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ ഇടപെട്ടാണ് ശബരിമലയിലെ കൊടിമരം പുനഃപ്രതിഷ്ഠിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയാണ്. അതിൽ ആദ്യ തീരുമാനമുണ്ടാകുന്നത് കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് നിയോഗിക്കുന്ന MP ഗോവിന്ദൻ നായരുടെ ദേവസ്വം ബോർഡ്. ആ തീരുമാനം നടപ്പിലാക്കുന്നത് പിണറായി വിജയന്റെ സർക്കാർ ഭരിക്കുന്ന കാലത്ത്, കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന കാലത്ത് അന്നത്തെ കോൺഗ്രസിന്റെ തന്നെ നേതാക്കളായിട്ടുള്ള UDF നിയമിച്ചിട്ടുള്ള ഭരണസമിതിയുടെ, ദേവസ്വം ബോർഡ് ഭരണസമിതിയുടെ കാലാവധി അപ്പോഴും തുടരുന്നുണ്ടായിരുന്നു. ആ ഭരണസമിതി തീരുമാനം നടപ്പിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ സ്വാഭാവികമായും ശബരിമലയിലെ കൊടിമര പുനഃപ്രതിഷ്ഠയിലും ഒരു ഇന്ത്യ മുന്നണി സഖ്യത്തിന്റെ ഒരു പങ്ക് കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. കൃഷ്ണരാജ്, നോക്കൂ പ്രജിത് മോഹൻ, എന്തുകൊണ്ടാണ് ഈ കൊടിമര പുനഃപ്രതിഷ്ഠയിലേക്ക് പോയത്? 2014 ജൂൺ മാസത്തിൽ ഒരു ദേവപ്രശ്നം നടക്കുന്നുണ്ട്. കൃത്യമായി പറഞ്ഞാൽ 2014 ജൂൺ 18 ഈ ദേവപ്രശ്നത്തിൽ ചെറുവള്ളി നാരായണൻ നമ്പൂതിരി, കുറ്റിനാട് രാവുണ്ണി പണിക്കർ തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. ഇവർ നടത്തിയ ദേവപ്രശ്നത്തിൽ കണ്ടെത്തിയിരുന്നത് ഈ പഴയ കൊടിമരം മാറ്റി പുനഃസ്ഥാപിക്കണമെന്നുള്ളതാണ്. അതിന് കാരണമായി പറയുന്നത്, ഒന്ന്, അനധികൃതമായി അതിൽ പെയിന്റ് അടിച്ചു. അതോടൊപ്പം തന്നെ കൊടിമരത്തിന് ജീർണതയുണ്ട്. ഇത്തരത്തിൽ പെയിന്റ് അടിച്ചതും ജീർണതയുള്ളതുമായിട്ടുള്ള കൊടിമരം തുടരുന്നത് അത് ദോഷമാണെന്ന് ദേവപ്രശ്നത്തിൽ കാണുന്നു. അങ്ങനെയാണ് കൊടിമരം പുനഃപ്രതിഷ്ഠയ്ക്ക് പോയത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്ന രേഖകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് തെളിയിക്കുന്ന ഒരു ദേവപ്രശ്ന ചാർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ ഈ കൃത്യമായി ജീർണതയുടെ ലക്ഷണമുണ്ടെന്നും ലേപന പ്രക്രിയ ചെയ്തിരിക്കുന്നത് ദോഷമാണെന്നും പറയുന്നു. അതുകൊണ്ട് തന്നെ കോൺക്രീറ്റ് കൊടിമരം മാറ്റി ഉത്തമമായ തടി കൊണ്ടുള്ള പുതിയ കൊടിമരം സ്ഥാപിക്കണമെന്നാണ് ദേവപ്രശ്നത്തിൽ നിർദ്ദേശിക്കുന്നത്. പ്രജിത്ത്, അതായത് ഈ പോറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ CPM രാഷ്ട്രീയമായി വലിയ പ്രതിരോധത്തിലാണ്. കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രൻ്റെ പേര് കൂടി വെളിപ്പെട്ടിരുന്നു. അപ്പോഴും ഈ അയൽവാസിയായ ഒരാൾ പറഞ്ഞത് അടൂർ പ്രകാശ് അടക്കമുള്ളവർ പോറ്റിയെ കാണാൻ എത്തിയിരുന്നു എന്നാണ്. അപ്പോൾ ഉറപ്പായും പ്രജിത്ത് പറഞ്ഞു തുടങ്ങിയ ഇന്ത്യ സഖ്യം പ്രകടമാണ്. തന്നെ പ്രത്യേകിച്ച് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖയായിട്ടുള്ള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയുമായി വരെ കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചിട്ടുണ്ട്
കൃഷ്ണരാജ് ആലോചിക്കണം. സ്വർണ്ണക്കവർച്ച പോലെയുള്ള ഒരു ക്രിമിനൽ കുറ്റകൃത്യത്തിലെ ഒന്നാമത്തെ പ്രതിയായി നിൽക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്താൻ അവസരം ലഭിച്ചിരിക്കുന്നത്. അതേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മുഖ്യമന്ത്രിയുടെ അടുത്ത് സൗഹൃദം പങ്കിടാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ദേവസ്വം മന്ത്രിയുടെ അടുത്ത് വളരെ വ്യക്തിപരമായി ഇടപെടാൻ കഴിയുന്നു. വീടുകളിൽ സന്ദർശനം നടത്താനൊക്കെ കഴിയുന്നു. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൃത്യമായി കോൺഗ്രസ് നേതാക്കളുമായും ഒപ്പം CPM നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വ്യക്തമായി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ആളുകളുമായി വളരെ അടുത്ത ബന്ധങ്ങൾക്കുള്ള തെളിവുകൾ വരുന്നു. ഇവരുമായിട്ടുള്ള യാത്രകൾക്കടക്കം തെളിവുകൾ വരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ സഖ്യത്തിലെ മുഴുവൻ പാർട്ടികളുമായിട്ടും മുഴുവൻ നേതാക്കളുമായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ബന്ധമുണ്ട് എന്നുള്ളത് പറഞ്ഞു വെക്കേണ്ടി വരും. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അടുപ്പം ശബരിമല സ്വർണ്ണക്കവർച്ചയ്ക്ക് ഏതെങ്കിലും രീതിയിൽ സഹായകരമായിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങളൊക്കെ ബലപ്പെടുന്നതും അന്വേഷണ സംഘം ആ വഴിക്ക് പരിശോധനകൾ നീട്ടുകയുമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ പത്മകുമാറിന്റെ മൊഴിയിലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ ആദ്യം എത്തുന്നത് ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ ഓഫീസിലാണെന്നും ആ ഓഫീസിൽ നിന്നാണ് ദേവസ്വം ബോർഡിലേക്ക് ഈ കത്ത് എത്തുന്നത് എന്നുള്ള മൊഴി നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനും തമ്മിലുള്ള അടുത്ത ബന്ധത്തിന്റെ തെളിവുകൾ നിലനിൽക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കോൺഗ്രസിന്റെയും CPM-ന്റെയും നേതാക്കൾ വന്നുപോയതിന് തെളിവുകൾ നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായി കാണുമോ അന്വേഷണ സംഘം എന്നതൊക്കെ ഇനി കാത്തിരുന്ന് അറിയേണ്ടി വരും. അപ്പോൾ അന്വേഷണ സംഘം ആ രീതിയിലേക്ക് നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ പ്രത്യേകിച്ചും 5ഓളം പേരെ ഇനിയും അറസ്റ്റ് ചെയ്യണം. അതിൽ 3ഓളം പേർ പ്രമുഖരായ വ്യക്തികളുമാണ് എന്നുള്ളതും കോടതി അറിയിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിൽ ഈ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ പെടുമോ എന്നുള്ള സംശയം നിലനിൽക്കുന്നു. അതോടൊപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഈ സോണിയാഗാന്ധിയുമായിട്ടൊക്കെ ഉള്ള കൂടിക്കാഴ്ചയ്ക്ക് അല്ലെങ്കിൽ അത്രയും അടുത്ത ബന്ധം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള കോൺഗ്രസിന്റെ പ്രമുഖരായിട്ടുള്ള നേതാക്കളെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. അപ്പോൾ അവരെ ചോദ്യം ചെയ്യുമോ എന്നുള്ള സംശയങ്ങൾ നിലനിൽക്കുന്നു. നേരത്തെ 2024 നടപടികൾ 24ലെയും 25ലെയും നടപടികളിൽ ഹൈക്കോടതിയിലടക്കം വിമർശനം കേട്ട മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യുമോ എന്നുള്ള സംശയങ്ങളും നിലനിൽക്കുകയാണ്. അത് അത്തരം ചില വീഴ്ചകളും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പുതിയത് ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് ആ തീരുമാനമെടുത്തിരിക്കുന്ന UDF ഭരണകാലത്ത് തീരുമാനം നടപ്പിലാക്കിയിരിക്കുന്നത് LDF സർക്കാരിന്റെ കാലത്ത് അന്നത്തെ UDF-ന്റെ തന്നെ ദേവസ്വം ബോർഡുമാണ്. അപ്പോൾ ഒരു ഇന്ത്യൻ സഖ്യം ശബരിമല കൊടിമര പുനഃപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ സ്വർണ്ണക്കവർച്ചയിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന നേതാക്കളെയൊക്കെ ചേർത്ത് വേണമെങ്കിൽ വായിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. പ്രജിത്ത്, അതായത് കൊടിമരം പുനർനിർമ്മാണം നിർദ്ദേശിച്ച ദേവപ്രശ്നം 2014 ജൂൺ 18-നാണ് നടന്നത്. അപ്പോൾ ഒരു ദേവപ്രശ്നത്തിലേക്ക് പോകണം എന്ന തീരുമാനത്തിലെത്തിയത് എന്തുകൊണ്ടാവും? കൃഷ്ണരാജ്, ഈ തീരുമാനം ഇത്തരത്തിൽ ദേവസ്വം ബോർഡിലെ തന്നെ ചില ആളുകൾ തന്നെയാണ് ഇത്തരമുള്ള തീരുമാനങ്ങൾക്ക് പിന്നിലേക്ക് പോയത് എന്നുള്ളത് നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. കാരണം ഈ കൊടിമരത്തിന് മുകളിൽ പെയിന്റ് അടിച്ചതുമായിട്ടുള്ള വിഷയങ്ങൾ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെയാണ് പിന്നീട് അതൊരു ദേവപ്രശ്നം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. ദേവപ്രശ്നത്തിലെ ഇത്തരം ചില കണ്ടെത്തലുകൾ വന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അത്തരം ചാർത്തുകൾ ഉണ്ട് എന്ന് പറയുന്നു. ഇതിന്റെ രേഖകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ആ ദേവപ്രശ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നത് എന്നുള്ളത് കൂടി ഈ നേതാക്കളൊക്കെ വാദിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും ഈ ദേവപ്രശ്നത്തിലേക്ക് നയിച്ചത് ഒരു പക്ഷേ ഈ കൊടിമരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾക്കോ സ്വർണ്ണക്കവർച്ചയ്ക്കോ വല്ലോ ആയിരിക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. എങ്ങനെ ഒരു ദേവപ്രശ്നം ഉണ്ടാകണം എന്നുള്ള തീരുമാനമെടുത്തത് ആരാണ് എന്നുള്ള ചോദ്യവും അവിടെ നിലനിൽക്കുന്നുണ്ട്. അത് സംബന്ധിച്ച ദേവസ്വം ബോർഡിന്റെ രേഖകളും ഒക്കെ ഇനിയും പുറത്തു വരേണ്ടതുണ്ട്. കൃഷ്ണരാജ്, ശബരിമലയിലെ കൊടിമരം പുനഃപ്രതിഷ്ഠിക്കാനുള്ള തീരുമാനമെടുത്തത് UDF സർക്കാരിൻ്റെ ഭരണകാലത്തെന്ന് കണ്ടെത്തൽ. കോൺഗ്രസ് നേതാവ് MP ഗോവിന്ദൻ നായർ അധ്യക്ഷനായ ബോർഡാണ് 2014 കൊടിമരം പുനഃപ്രതിഷ്ഠയ്ക്കുള്ള തീരുമാനമെടുത്തത്. പിന്നീട് ഇത് നടപ്പിലാക്കിയത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ്. അപ്പോൾ ഭരിച്ചത് LDF സർക്കാരാണ് എന്നുകൂടി ഓർക്കണം. അങ്ങനെ അപ്പടി ഇന്ത്യ സഖ്യം അവിടെയുമുണ്ട് എന്ന് വ്യക്തമാകുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹനൻ.